യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈശോ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹ സംസ്കാരം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാനായി വന്നത്. സ്വർഗരാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടു പോകുവാൻ. അതിനായി അവിടുന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു ചെന്നു, വചനം പ്രസംഗിച്ചു, രോഗികൾക്ക് സൗഖ്യം നൽകി, പാപികൾക്ക് മോചനം നൽകി. അങ്ങനെ അവരെയൊക്കെ പിതാവായ ദൈവത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി അവിടുന്ന് നേടുകയായിരുന്നു. എന്നാൽ എല്ലാവരിലേക്കും, എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലേക്കും അവിടുന്ന് കടന്നു ചെല്ലാൻ പറ്റാതെ പോയതുകൊണ്ട് 72 പേരെ 2 പേരായി അവിടുന്ന് അയച്ചു. അവരും പോയി അവരുടെ ഇടയിൽ താമസിച്ചുകൊണ്ട് സ്നേഹസംസ്കാരം രൂപപ്പെടുത്തി അനേകരെ ദൈവത്തിന് വേണ്ടി നേടുകയായിരുന്നു. ഇന്നും അതുപോലെ അനേകർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരുടെ ഇടയിലേക്കൊക്കെ കടന്നു ചെല്ലണം, അവരോടൊപ്പം വസിക്കണം, അവർക്ക് സ്നേഹസംസ്കാരം പകർന്നു കൊടുക്കണം, സമാധാനം പകരണം, വേദനിക്കുന്നവർക്ക് ആശ്വാസം, രോഗികൾക്ക് സൗഖ്യവും പാപികൾക്ക് മോചനവുമൊക്കെ കൊടുത്ത് അനേകരെ ദൈവരാജ്യത്തിന് വേണ്ടി നേടാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കൊയ്യാൻ വിളഭൂമികൾ ഒത്തിരിയേറെയുണ്ട്. പക്ഷേ വേലക്കാരുടെ ചുരുക്കം, കുറവ് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല വേലക്കാരായി മാറാൻ ആഗ്രഹിക്കാം, അതിനായി പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.